അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലത്തെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അവരുടെ ചുമരുകളിൽ കാണാം വാക്കുപിതങ്ങളെ ഫോട്ടോ, അതുപോലത്തെ മുൻ കഴിഞ്ഞ ആളുകളെ ഫോട്ടോ. എന്തിനാണ് ഈ ഫോട്ടോ അവരവർ തൂക്കിക്കൊണ്ടിരിക്കുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് മുൻ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ഫോട്ടോകൾ തങ്ങളുടെ ചുമരുകളിൽ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എല്ലാം കൊണ്ടുവരാൻ കാരണമെന്ന് എപ്പോഴെങ്കിലും നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചു നോക്കി? എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്, നബിയെ, പൂർവ്വസൂരികളായ ആളുകൾ പൂർവ്വ പ്രവാചകന്മാരുടെ ചരിത്രമെല്ലാം തങ്ങൾക്ക് നാം പറഞ്ഞു തരും. എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങളുടെ ഹൃദയം ചാഞ്ചാട്ടമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള സർവ്വ രാഷ്ട്രീയ പാർട്ടികളും കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സംഘടനകൾ വരെ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ചരിത്രങ്ങളും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രവർത്തകർക്ക് ഒരു വലിയ പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഹിമ്മത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെയാണ് പ്രിയപ്പെട്ടവരെ, ചരിത്രകാരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള മുസ്ലിമീങ്ങളുടെ മഹത്തുക്കളാകുന്ന ഇസ്ലാമിൽ കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ ഒന്നും കൂടി ശക്തിയാർജിക്കുന്നതാണ്. അങ്ങനെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ മഹത്തുക്കളാകുന്ന പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ചിന്തിക്കേണ്ട വലിയ സത്യമുണ്ട്. മഹാനരാകുന്ന അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ള വലിയ ഷറഫാക്കപ്പെട്ട മാസമാണ് ഈ റജബ് മാസം. നമുക്കറിയാം, ഇസ്ലാമിലെ എത്രയോ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ മൺമറഞ്ഞ മാസമാണ് റജബ്. നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് മഹാനരാകുന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പൊരുത്തമെല്ലാം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മഹാനവറുകളെ കുറിച്ച് ഇന്ത്യക്കാരെന്ന നിലക്ക് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നല്ല, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കൺട്രിയിൽ വാഴുന്ന ജനിച്ചു വളർന്ന നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണ് മഹാനാകുന്ന സുൽത്താൻ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളെ കുറിച്ച്. അതുകൊണ്ട് വളരെ ചെറിയ വാക്കിൽ മഹാനവറുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനവറുകൾ സഞ്ചറി എന്ന ഖുറാസാനിലെ ഒരു പ്രദേശത്താണ് അവിടുന്ന് ജന്മം കൊള്ളുന്നത്. ഹിജ്റ 530-ൽ ഖിയാസുദ്ദീൻ എന്ന പിതാവിന് മകനായി കൊണ്ടാണ് മഹാനരാകുന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു തങ്ങൾ ജനിക്കുന്നത്. അങ്ങനെ ജനിച്ച് 15 വയസ്സാകുമ്പോഴേക്ക് തന്റെ പിതാവാകുന്ന ഖിയാസുദ്ദീൻ എന്നവർ ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇങ്ങനെ 15 വയസ്സിൽ പിതാവ് വിട പറഞ്ഞപ്പോൾ തന്റെ ജീവിത മാർഗമായിട്ട് ആകെ ഉണ്ടായിരുന്ന പിതാവ് നൽകിയ സമ്പത്തിലുള്ള ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിന്റെ വരുമാനത്തിലൂടെയായിരുന്നു മഹാനവറുകൾ ഇങ്ങനെ വളർന്നു വന്നിരുന്നത്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് തന്റെ തോട്ടത്തിലേക്ക് കടന്നു വരുന്നു. ആ മനുഷ്യനെ സ്വീകരിച്ചിരുത്തിയിട്ട് തന്റെ തോട്ടത്തിൽ നിന്ന് ഈന്തപ്പഴങ്ങളും മറ്റും കൊടുത്തുകൊണ്ട് സൽക്കരിക്കുകയാണ്. അവസാനം ആ പാവപ്പെട്ട സഹോദരൻ തന്റെ സഞ്ചിയിൽ നിന്ന് ഒരു ഉണക്ക റൊട്ടിയെടുത്ത് ചവച്ചുകൊണ്ട് മഹാനവർ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, കുൽ, ഇത് ഭക്ഷിക്കണം, ഇത് നിങ്ങൾ ഭക്ഷിക്കണം. അങ്ങനെ ഭക്ഷിച്ചത് മുതലാണ് മഹത്തുക്കളാകുന്ന പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്ന് മുതൽ അന്ന് മുതലാണ് ദുനിയാവിനോടുള്ള വിരക്തി തോന്നിയത്. അന്ന് മുതൽ വേറൊരു ലോകത്തേക്ക് മഹാനവറുകൾ മാറുകയാണ്. മഹത്തുക്കൾ പറയുകയാണ്, മഹാനവറുകൾക്ക് മരം മാറ്റം വന്നിട്ട് അവിടുന്ന് ഖുറാസാൻ പട്ടണത്തിലേക്ക് ഇൽമു നേടി പുറപ്പെടുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഇൽമിന് ചെറിയ പവറല്ല ഉള്ളത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ ജീവിച്ച രാജാക്കന്മാരെ കുറിച്ച് ആരും പറയുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുള്ള രാജാക്കന്മാരിലെ ഇമാം നബി തങ്ങളെ പോലത്തെ പണ്ഡിതന്മാരെ കാലഘട്ടത്തിൽ ജീവിച്ച രാജാക്കന്മാരിലെ നമുക്ക് നമ്മുടെ കാലത്ത് മുൻപ് കഴിഞ്ഞുപോയ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് എത്ര പേർക്കറിയാം? ഇന്ത്യ രാജ്യത്തെ മിസൈൽ മനുഷ്യനായി കൊണ്ടറിയപ്പെട്ടിരുന്ന APJ അബ്ദുൽ കലാമിന്റെ മറവിയ അടങ്ങിയിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് എത്ര പേർക്കറിയാം? വളരെ വിരളം പേർക്കല്ലേ അറിയൂ. അതേ സമയത്ത്
നമുക്ക് മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരെ കുറിച്ച് അറിയാത്ത ആളുകൾ വിരളമല്ലേ. അതുകൊണ്ട് ഇൽമിന്റെ പവർ ചെറുതല്ല. മഹാനവറുകൾ ഇൽമു തേടിയിട്ട് പുറപ്പെടുകയാ. അങ്ങനെ 20ഓളം വർഷം മഹാനായ ഉസ്മാൻ ഹാറൂനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സവിധത്തിൽ ശിഷ്യനായി കൊണ്ട് പഠനം തുടരുന്നു. വലിയ ചരിത്രമാണ്, ഇതിലേക്ക് കടക്കാൻ സമയമില്ല. അങ്ങനെ മഹാനവറുകളതാ 20ഓളം വർഷം പൂർത്തിയായപ്പോൾ എന്തായാലും ശിഷ്യനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ നീ എന്ത് ചെയ്യണം? നീ എന്റെ അടുക്കലുള്ള നുകരാനുള്ള ഇന്നുകളെല്ലാം നുകർന്നിട്ടുണ്ട്, കരകരമാക്കാനുള്ളതെല്ലാം കരകരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ പോകണം, നീ പോയിട്ട് പാവങ്ങൾക്ക് അത്താണിയായിക്കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ നീക്കുകയാണ്. എന്നിട്ട് കുറച്ച് കല്ലുകൾ എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. ആ കല്ലുകൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ മഹാനവറുകൾ തന്റെ ഉസ്താദിന്റെ അരികെത്തിയപ്പോ കല്ലൊക്കെ സ്വർണ്ണായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അജ്മീറിൽ ദിവസവും 100ഓളം ആളുകൾ മഹാനവറുകളുടെ കൂടെ പാവപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കുള്ള ഭക്ഷണ സാമഗ്രികൾ എവിടെ നിന്നാണ് സമാഹരിക്കുന്നത് എന്ന് പോലും അന്നത്തെ ആളുകൾക്ക് അറിയുമായിരുന്നില്ല. കാരണം എന്താണ്? മഹാനവറുകൾക്ക് തന്നെ ഉസ്താദുകൾക്ക് വരമായിരുന്നു. താൻ കല്ലുകളെടുത്ത് കൈ പിടിച്ചാൽ സ്വർണ്ണമാക്കി കൊടുക്കുന്ന കഴിവ്, അതൊക്കെ കറാമത്തിലൂടെ മഹാനവർ ഉസ്താദ് കൊടുത്ത ആ വരത്തിലൂടെ കിട്ടിയതാണ്. അങ്ങനെയാണ് തന്റെ കൂടെയുണ്ടായ ആളുകളെ പോറ്റിയിരുന്നതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ മഹാനവറുകൾ അവിടെ കഴിഞ്ഞു കൊടുത്തതിടക്കാണ് ഒരിക്കൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൊണ്ട് മനാമിൽ ഒന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വരണം, എന്റെ അടുക്കൽ വരണം. ഇത് കേട്ട മഹാനവറുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഹറമൈൻ ശരീഫൈനി കഅബാലയും പരിശുദ്ധമാക്കപ്പെട്ട റൗദ ശരീഫിലേക്കും സിയാറത്ത് ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ട് പരിശുദ്ധ കഅബാലയത്തിലെത്തി മക്കയിലെത്തി കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വിളിയാളം കേൾക്കുകയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ ചോദിച്ചത് ദുനിയാവല്ല, തന്റെ കാര്യമല്ല, തനിക്ക് മാത്രമുള്ളതല്ല. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ ശേഷം വരാനുള്ള തന്റെ അനുജന്മാരായിട്ടുള്ള തന്റെ സഹപാഠികളായിട്ടുള്ള തന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ മുരീദന്മാർക്ക് വേണ്ടിയിട്ടാ, അവരുടെ ശിഷ്യഗണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ശേഷം വരാനുള്ള എന്റെ ശിഷ്യന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചപ്പോ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാ പ്രാർത്ഥിച്ചിട്ടുള്ളത്? അതിനുശേഷം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശുദ്ധ മദീനയിലേക്ക് എത്തുമ്പോൾ ആ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ശ്രദ്ധിക്കലോ. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എത്തിയപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻത വലിയുൽ ഹിന്ദ്, നിങ്ങൾ ഇന്ത്യയുടെ ഭരണാധികാരിയാണ്, ഇന്ത്യയുടെ വലിയാണ്, വലിയ എന്ന് പറഞ്ഞ രക്ഷാധികാരിയാണ്. മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ രാജാവുമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് ആശീർവാദം കൊടുക്കുകയാണ്. മാത്രമല്ല അങ്ങനെ അജ്മീർ എന്ന നാട് മഹാനവറുകൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇവിടെയാണ് നിങ്ങളുടെ വാസസ്ഥലം, ഇവിടെയാണ് നിങ്ങൾ മറമാടുക എന്ന് പറഞ്ഞ് ആശീർവാദം കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പുറപ്പെടുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട അജ്മീറിലേക്ക്. അങ്ങനെ അജ്മീറിലേക്ക് വരുമ്പോ എന്തേ സംഭവം? അജ്മീറിന്റെ രാജാവ് പൃഥ്വിരാജ, അയാൾക്കൊരു
അയാളുടെ ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങള് ഈ നാട്ടിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ വരാനുണ്ട്. ആ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്ത്യം അയാളുടെ കരങ്ങളെ കൊണ്ടായിരിക്കും. നിങ്ങളുടെ ഈ രാഷ്ട്രീയത്തിന്റെ, നിങ്ങളുടെ ഈ ഭരണ തകർച്ചയൊക്കെ ആ മനുഷ്യൻ മൂലമായിരിക്കുമെന്ന് അന്നത്തെ ജ്യോത്സ്യന്മാരും വലിയ ആളുകളുമൊക്കെ രാജാവിന് ധരിപ്പിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ രാജാവ് തന്റെ രാജ്യത്തേക്ക് പുറത്തുനിന്നുള്ള ഒരാളെയും കടത്തിവിടാൻ സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ മഹാനഗറുകൾ തന്റെ യാത്രയിൽ അജ്മീറിൽ എത്തുകയാണ്. ആ ചരിത്രമൊക്കെ വളരെ സുദീർഘമാണ്, ഞാൻ അതിന്റെ കണക്കുകയല്ല. അങ്ങനെ അജ്മീർ എത്തിയിട്ട് തന്റെ പ്രബോധനവുമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ കുറെ സംഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കാണ്. അങ്ങനെ അജ്മീറിലേക്ക് എത്തിയപ്പോൾ അവിടെ മുസ്ലിം ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിന്റെ എതിർ കക്ഷികളായ ആളുകൾക്ക് വളരെ പ്രയാസമുണ്ടാകും. അങ്ങനെ ഇവർ മനസ്സിലേക്ക് വല്ലാതൊരു അസൂയുണ്ട്. പക്ഷേ എന്തും ചെയ്തിട്ട് കാര്യമില്ല. വലിയ സിഗറുകൾ ചെയ്തു നോക്കി നടക്കുന്നില്ല, വലിയ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കി നടക്കുന്നില്ല. അവസാനം ആ ഭരണ തലപ്പത്തിരിക്കുന്ന രാജാവിലേക്ക് ഒരു കേസ് എത്തുകയാണ്. ഒരു മുസ്ലിമിനെതിരെ കാവൽ കൊടുത്ത കേസാണ്. കേസിന്റെ നീതിയുള്ളത് ഈ മുസ്ലിമിന്റെ അടുത്താണ്. അപ്പൊ ഹാജ പറഞ്ഞു, രാജാവേ, ആ മുസ്ലിമിന് അനുകൂലമായിട്ട് വിധിക്കണം. കാരണം നീതി ആർക്കല്ലേ? നീതിക്ക് വിരക്തിയായിക്കൊണ്ട് നീതിയല്ലാത്ത വിധി നിങ്ങൾ വിധിക്കുന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ രാജാവ് കരുകയാണ്. ഇയാളെ പറയാനിപ്പോ ഈ പാവപ്പെട്ട ഒരാള് വന്നാണ്ട്, ഒരു പാവപ്പെട്ട ഒരാളെന്നാണ്ട് നിങ്ങള് നീതി പറയണ്ടോ എന്നുണ്ട് നമ്മളെ പ്രധാനമന്ത്രിയോട് പറയണ്ടോ? അപ്പൊ അതേപോലെ ഒരു പാവപ്പെട്ട അന്യ നാട്ടിൽ നിന്ന് വന്ന ഒരാള് രാജാവിനോട് വന്നുകൊണ്ട് നിങ്ങൾ നീതി വിധിക്കണം എന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, ഇയാൾക്ക് എന്തായി ഭരണകാര്യത്തിലൊക്കെ, ഇയാളത് പാവപ്പെട്ട ഒരാളല്ലേ എന്ന് പറഞ്ഞപ്പോൾ മഹാരാജാവുന്ന ആചാര്യ പറഞ്ഞു, നിങ്ങൾ വല്ലാതെ പറയണ്ട, നിങ്ങളെ സുൽത്താൻ ഓരിക്ക് ഞാൻ ഒരു ബന്ദിയായിട്ട്, ഒരു ബദ്ധസ്ഥനായിട്ട് നിങ്ങളെ കൊടുക്കുമെന്ന് പറയുകയും പ്രിയപ്പെട്ടവരെ, അങ്ങനെ സുൽത്താൻ ഊരി എന്ന മുഗൾ ചക്രവർത്തിമാരിൽപ്പെട്ട ഭരണാധികാരി അജ്മീർ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടപ്പോൾ 34,000-ഓളം വരുന്ന പട്ടാളക്കാരുമായിക്കൊണ്ട് അന്ന് പൃഥ്വിരാജ തന്റെ പടയാളികളെയെല്ലാം സജ്ജമാക്കുകയും, പക്ഷേ അംഗപരിമിതരായിട്ടുള്ള വളരെ കുറഞ്ഞ സൈന്യവുമായി കൊണ്ടാണെങ്കിലും സുൽത്താൻ ഊരി അന്ന് മഹാനലവായിരുന്ന അജ്മീർ ഖാജിയുടെ നിർദ്ദേശപ്രകാരം ആ പട്ടാളത്തെ എല്ലാം വീഴ്ത്തി ഓടിക്കുകയും അവസാനം ഈ പൃഥ്വിരാജയെ അന്ന് ബന്ധസ്ഥനാക്കിയിട്ട് അതാ മഹാരാജാവ് ശിഹാബുദ്ദീൻ ഔലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനഗർ അരികിലേക്ക് വന്നുകൊണ്ട് ആശീർവാദം വാങ്ങിയിട്ട് അജ്മീർ രാജാവാകുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്തെ ഗുജറാത്തിനെ കുറിച്ച് നമുക്ക് മറക്കാൻ പറ്റുമോ? ഗുജറാത്ത് കലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവുകയില്ല. എത്ര പ്രിയപ്പെട്ട പാവപ്പെട്ട മുസ്ലിം മക്കളായിരുന്നു, ഗർഭിണികളായിരുന്നു, പ്രിയപ്പെട്ട പാവങ്ങളായിരുന്നു. ആ ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടിരുന്നത് അന്നത്തെ വല്ലാത്ത മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്ര മോദി ഇന്നതാ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പോലും സാക്ഷാൽ അജ്മീറിൽ എത്തിയിട്ടുണ്ട്. അജ്മീർ ഹാജിയുടെ പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. അജ്മീർ ഹാജിയിലെ ഈ ഉറൂസ് നടക്കുമ്പോൾ പോലും അവിടത്തേക്ക് വേണ്ടുന്ന പട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇന്ത്യൻ രാജാക്കന്മാരായിട്ടുള്ള പ്രധാനമന്ത്രിമാരായിട്ടുള്ള ആളുകളെല്ലാം അവരെ തലപ്പത്തേക്ക് എത്തുമ്പോൾ, അവർ സ്ഥാനാരോഹണം നടത്തപ്പെടുമ്പോൾ അജ്മീറിലേക്ക് വരാനുള്ള കാരണം മഹാരാജാവ് ശിഹാബുദ്ദീൻ ഔലി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് തുടങ്ങി വെച്ചതാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ മറന്നു പോകാൻ പാടില്ല. ഓരോ ആളുകളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളും ഒക്കെ ഇസ്ലാമിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഒരിക്കലും ഖാജ നമ്മൾ കൈവിടുകയില്ല, ഖാജാത്തുകൾ നമ്മൾ ഒഴിവാക്കുകയില്ല. അതിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കണേ. വലാ തഹാനു വലാ തഹാവനു വഅൻതുമുൽ വലാ തഹസനു വലാ തഹാവനു വഅൻതുമുൽ ഔലൗന ഇൻ കുൻതും മുഅ്മിനീൻ.
നിങ്ങളൊരാൾക്ക് മുന്നിൽ നിസ്സാരവൽക്കരിക്കപ്പെടുകയില്ല. നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട സമുദായമല്ല, ഒരിക്കലും അടിച്ചമർത്തപ്പെടേണ്ട സമുദായമല്ല. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഓടിപ്പിക്കപ്പെടേണ്ട അവസ്ഥ വരികയില്ല. ഒരിക്കലും പിറന്ന വീഴ മണ്ണിൽ നിന്ന് നാം പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥ വരികയില്ല. എന്തുണ്ടായാൽ നമുക്ക് ഈ മാറുന്ന സാധനമുണ്ടെങ്കിൽ ഒരിക്കലും നാം തളരുകയില്ല, ഒരിക്കലും നാം തകരുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയുടെ അജ്മീർ ഉറൂസിന്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്, മഹാനവരുടെ സ്മരിക്കലെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കണേ. ഞാൻ ഓർത്തു പോവുകയാണ് പ്രിയപ്പെട്ട സഹോദര, ഞാൻ അവസാനിപ്പിക്കുന്ന സമയം നീളുകയാണ്. അതേ, നമ്മുടെ ജീവിതമൊക്കെ നാം വളരെ സംശുദ്ധമാക്കണം, പരിശുദ്ധമാക്കപ്പെടും. റജബ് മാസത്തെ കുറിച്ച് ഹബീബാനങ്ങൾ പറഞ്ഞില്ലേ? റജബ് മാസം ചെയ്തു പോയ തിന്മകളെല്ലാം പടച്ചറബിനോട് പറഞ്ഞുകൊണ്ട് അല്ലാഹ് സംഭവിച്ചു പോയതാ, അല്ലാഹ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങേണ്ട മാസമാ. എത്ര ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. റജബ് വന്നപ്പോൾ മാറി ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉമ്മമാരെ, ഞാൻ ഒരിക്കലും പറയാൻ അർഹനല്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു വളരെ വിനയത്തോടുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ജീവിതം സംശുദ്ധമാക്കണേ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ യദ്ക്കറ അവ അറാദ ശുക്റാ. പകലുകൾ മാറി വന്നുകൊണ്ടിരിക്കുന്നത്, ദിവസം രാവിലെ വരുന്നു, അങ്ങനെ വൈകുന്നേരമാകുന്നു, രാത്രിയാകുന്നു. ഇങ്ങനെ രാവുകളും പകലുകളും മാറി മാറി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്റെ മഹാനാകുന്ന റബ്ബിന് ഒരൊറ്റ ദിവസം പോലെ നീണ്ട ദിവസമാക്കി കൂടായിരുന്നു? നമ്മുടെ ആയുസ്സിൽ നിന്നുള്ള ഓരോ ദിവസങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് എന്തിനാണാക്കിയിട്ടുള്ളത്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇവൻ അറാദ അയ്യദ്ക്കറ. ജനതയെ കഴിഞ്ഞുപോയ ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ നന്മകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല, നന്മകൾ ഏടുകളുടെ കാര്യമാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് നന്മകൾ ചെയ്യുന്നവർക്ക്, ഉത്ബുദ്ധരാകുന്നവർക്ക് ഉത്ബുദ്ധരാകാൻ വേണ്ടിയിട്ടാണ് അല്ല, കഴിഞ്ഞു പോയ ഇന്നലകളിൽ നന്മകളെ ചെയ്തിട്ടുള്ളൂ, തിന്മകളൊന്നും ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് എനിക്ക് എന്റെ റബ്ബ് നന്മകൾ ചെയ്യാൻ ഭാഗ്യം നൽകിയല്ലോ എന്ന് ചിന്തിച്ചിട്ട് നന്ദി ചെയ്യാറുള്ളതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ചിന്തിക്കുന്നത് പോലെ നമുക്ക് ആ സ്വർഗത്തിൽ എത്തേണ്ടതില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹി. സ്വർഗത്തിൽ പോകണമെന്ന് തീരുമാനമുണ്ടോ? ഉണ്ടോ? അങ്ങനെയുണ്ടോ? സ്വർഗത്തിൽ പോകണ്ട. എല്ലാവർക്കും എന്താണ് സ്വർഗത്തിൽ പോകണം. ഒരിക്കലും ഞാൻ അവസാനിപ്പിക്കാണ്. മഹാനാകുന്ന ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി, എല്ലാവരും ജീവിച്ചോ? ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി, ഇപ്പോൾ നമ്മളെക്കാൾ ഉഷാറാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുന്ന് തനിക്ക് മനംമാറ്റം വരികയാണ്. സംഭവം ചരിത്രം വളരെ സുദീർഘമാണ്. ഞാൻ അവസാനമായി ഓർപ്പെടുത്തുകയാണ്. അങ്ങനെ മഹാനവറുകൾ തന്റെ കൊട്ടാരത്തിൽ നിന്ന് വിട്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കണം എന്നിങ്ങനെ ചിന്തിക്കുക. പക്ഷെ എങ്ങനെയാണ് പോവുക? ഈ കൊട്ടാരം വിട്ടുകൊണ്ട് എങ്ങനെ പോകും? തന്റെ പ്രജകളെ ഭരിക്കാൻ ഒരാൾ ഏൽപ്പിക്കണമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് വല്ലാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ രാവിലെ സമയത്തുണ്ട് തന്റെ പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്ന സമയത്ത് രാജാവ് ഇങ്ങനെ മട്ടുഭാവം നോക്കുകയാണ്. അവർ പട്ടാളം അങ്ങോട്ട് ഓടുന്നു, ഒരാളുടെ ഇങ്ങോട്ട് ഓടുന്നു. ഇങ്ങനെ ഓടുന്ന സമയം പട്ടാളക്കാരൻ ചോദിച്ചു, എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്ന ചോദിച്ചു. അപ്പൊ ഒന്നുമില്ല, അവരാരോ എന്തോ വിളിച്ചു പറയുന്നത്. അപ്പൊ അത് എവിടുന്നാ നോക്കാൻ വേണ്ടി ഓടാണ്. പട്ടാളക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ആരും കാണില്ല. അപ്പൊ രാജാവ് പുറത്തേക്ക് ഇറങ്ങി, ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ രാജാവ് പുറത്തേക്ക് ഇറങ്ങി കുറേ ചുറ്റുവട്ടത്തേക്ക് നോക്കി.
അപ്പോഴും ആരും കാണില്ല. അങ്ങനെ രാജാവ് കൊട്ടാരത്തിന് മട്ടുമാവിലേക്ക് വേറ്റോട്ട മുകളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഒരാളുണ്ട് അതിന്റെ മേലെ ഇങ്ങനെ, രാജാവേ, ഇവിടെ ഒട്ടകുണ്ടോ നോക്കാൻ വേണ്ടി വന്നാണ് പറഞ്ഞു. അപ്പൊ രാജാവ് അയാളെ ഇറങ്ങാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ഇറങ്ങി വരി, സംസാരിക്കാറ്. അപ്പൊ അയാൾ ഒരു സമയത്ത് ഒട്ടകത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടകത്ത് ഇറങ്ങി നോക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ മനുഷ്യ എങ്ങനെ ഇവിടെ ഒട്ടകം ഉണ്ടാവുക? നമ്മൾ കൊട്ടാരല്ലേ, കൊട്ടാരത്തിന്റെ ഉള്ളൊക്കെ ഒട്ടകം വരിച്ചു. ഇച്ചാന്ന് പറയണ്ട, ഞങ്ങളെ നിങ്ങളുടെ റൂമിലൂടെ ഒട്ടകം നോക്കട്ടെ. അങ്ങനെ രാജാവിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണ് ഇയാൾ. അപ്പൊ പട്ടാക്കാരൻ രാജാവ് പറഞ്ഞു, അങ്ങനത്തെ നിങ്ങൾ പറഞ്ഞു അയാളെ വിട്ടേക്ക്, അയാൾക്ക് സുഖമില്ലാതെ തോന്നുന്നത്, അയാളെ വിട്ടേക്കാണ്. അപ്പൊ ഏതായാലും പട്ടാക്കാരൻ അയാളെ വിട്ടപ്പോ ഇയാൾ കൊട്ടാരത്തിന്റെ ഉള്ളിൽ വന്ന് നോക്കി, എന്റെ ഒട്ടകം എവിടെയെങ്കിലും. അങ്ങനെ അവിടെ ഇവിടെ നോക്കുമ്പോ ആ രാജാവിനെ വിളിച്ചു ചോദിച്ചു, അല്ലയോ സഹോദരൻ, ഇത് എന്റെ കൊട്ടാരാണ്. ഈ കൊട്ടാരത്തേക്ക് എങ്ങനെ ഒട്ടകം വരിക? എവിടെ പുള്ളിക്ക് എന്റെ പാറാവുകാരായിട്ട് എന്റെ പട്ടാളമുണ്ട്. ആരെങ്കിലും ഉള്ളിൽ കടക്കുമ്പോ അവർ അറിയിക്കുമല്ലോ എന്നെ, പിന്നെ എങ്ങനെ ഇങ്ങോട്ട് ഒട്ടകം കടക്കുക വെച്ചു. അപ്പൊ ആ സമയത്ത് ഇബ്രാഹിം അദ്ഹം തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ഇങ്ങോട്ട് ഒട്ടകം കടക്കൂലേ? അപ്പൊ എന്താ കടക്കാതെ? ഇവിടെ അങ്ങനെ സെറ്റപ്പാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്ന നിങ്ങളെ കൊട്ടാരത്തിന്റെ സുഖലോലുപതിയിൽ ജീവിച്ചാൽ ആ റബ്ബിനെ മനസ്സിലാക്കൽ സാധ്യമല്ല. അതുകൊണ്ട് കൊട്ടാരം വിട്ടേക്കണമേ. ഇബ്രാഹിം തങ്ങളോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാനവരുടെ കൊട്ടാരം വിട്ടുകൊണ്ട് റബ്ബിനെ കടുക്കുകയാണ്. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം വേണമെന്ന് ചിന്തിക്കുമ്പോൾ അല്ലാഹ് പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വരും, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ? ഒരിക്കലും പ്രയാസങ്ങൾ തരണം ചെയ്യാതെ ഈ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയുമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ചിന്തിക്കേണ്ടതില്ല, ഉമ്മമാർ മനസ്സിലാക്കേണ്ടതില്ല. നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം, എന്നിട്ട് പുറത്തിന്റെ സ്വർഗത്തിലേക്ക് കടക്കണം, അതൊരിക്കലും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാറുന്നവർക്ക് മാറാൻ വേണ്ടിയിട്ട്, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിന് പറ്റിയ മാസമാ. ദിവസങ്ങളെ ബാക്കിയുള്ളൂ, ദിവസങ്ങളെ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയ പാപക്കറകളെല്ലാം അയച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യേണ്ട മാസമാണ്. റബ്ബ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. റജബ് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മിഅ്റാജിന്റെ ഇസ്രാഇന്റെ രാത്രിയാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കാര്യം കൂടി ഉറപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, മിഅ്റാജിനെ കുറിച്ച് അറിയാത്തവരുണ്ടാകില്ല. അതേ മഹാനാദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വലിയ ചാൻസ് ആയിരുന്നു, വലിയൊരു സന്തോഷം കിട്ടിയ സമയമായിരുന്നു. ആ സമയത്ത് മഹാനാകുന്ന ഉമർ തങ്ങൾ പറഞ്ഞില്ലേ, وَرَعَجَائِبَ عَلَمِ الْمَلَكُوتِ وَسَرَائِرَ النَّاسُوتِ وَالْجَبَرُوتِ عَيْنًا مُدَرِّسًا مَسْجِدِ اللاهوت كَمِلَ دُنِّي انْحَوَى عُلُومًا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا. ധാരാളം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, ധാരാളം അത്ഭുത കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ കണ്ടൊരു കാര്യമാ തന്റെ കീഴാകുന്ന ജിബ്രീൽ. സംഭാവനമൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും സഹകരിക്കുക. മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടെ ഏഴാം ആകാശത്തിലൂടെ കടന്നു പോകുമ്പോ കുറെ സംഭവം കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ്, ഒരു കൂട്ടം ആളുകളുണ്ട്, അവരുടെ തലകൾ ഇങ്ങനെ പാത കൊണ്ട് കുത്തി ചതക്കുകയാണ്. ഒരാള് അവരുടെ തലയുടെ ഭാഗത്ത് പാറ കൊണ്ട് തല കുത്തി പൊട്ടിക്കുകയാണ്. തല ഇങ്ങനെ കുത്തി ചതച്ച് പൊട്ടിയില്ല. കുറച്ചും കഴിയുമ്പോ അതിങ്ങനെ കൂടുമ്പോത്തിന് പിന്നെയും കുത്തുകയാണ്. അങ്ങനെ തല ഇങ്ങനെ കുത്തി ചതക്കുന്നത് കാണുമ്പോൾ വിവാഹങ്ങൾ പറയാണ്, ഞാൻ എന്റെ കീഴാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അല്ലയോ ജിബ്രീൽ, മൻ ഹൗലായി, ആരാണ് ഈ കൂട്ടർ?
എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് ചോദിച്ച സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഹൗലാഇ അല്ലദീന യുസാഖലു റൂസഹും അനിസ്സലാത്ത്. നബിയേ, ഈ തല ഇങ്ങനെ കുത്തിച്ചതക്കപ്പെടുന്ന ആളുകൾ ആരാണെന്നറിയുമോ? ഹൗലാഇ അല്ലദീന യുസാഖലു റൂസഹും അനിസ്സലാത്ത്. നിസ്കാരത്തെ തൊട്ട് തല ഒന്നാം തലരാ, തലക്ക് ഭാരം തോന്നിയവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിസ്കാരത്തെ നാം സൂക്ഷിക്കണേ. നിസ്കാരമില്ലാത്തവൻ മുസ്ലിം അല്ല കേട്ടോ. മഹാന്മാരാകുന്ന ഇമാമികൾ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒരു വഖത്ത് ഖളായി കഴിഞ്ഞാൽ അവന് അഹദിലെല്ലാം ഫാസിഖാൻ. അതിന്റെ ശിക്ഷ തന്നെ സംഭവിക്കുകയാണെങ്കിൽ ധാരാളം കൊല്ലം അനുഭവിക്കേണ്ടി വരും. റബ്ബ് നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഹബീബാലികളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിച്ചു പ്രിയപ്പെട്ട ഒറ്റ ഹദീസ് കൂടെ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മൻ ഹഫള അലൈഹാ, ആരെങ്കിലും ഈ നിസ്കാരത്തിന്റെ മേൽ സഗൗരവം സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഷർത്തുകൾ വിടാതെ, ഫർളുകൾ തെറ്റാതെ, സമയം മാറാതെ ആരെങ്കിലും ഈ നിസ്കാരം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇരുളുള്ള സ്ഥലത്ത് മൊത്തം അവന് പ്രകാശമാകുന്നതാ. വലിയ അഡ്രസ് ആ നിസ്കാരം തരുന്നതാ. ഖിയാമത്തിനാളിൽ വലിയ രക്ഷയാകുന്നതാ. അതേ സമയത്ത് ആരെങ്കിലും നിസ്കാരം സൂക്ഷിക്കാതെ പോയാൽ ലം യകുൽ ലഹു നൂറൻ വലാ ബുർഹാൻ വലാ നജാതൻ വഹുശറ യൗമൽ ഖിയാമത്തി മഅ ഫിർഔന വഹാമാന വഖാറൂന വഉബയ്യ ഇബ്നു ഖലഫിൻ. നിസ്കാരം സൂക്ഷിക്കാതെ പോയാൽ പ്രിയപ്പെട്ടവരെ, രക്ഷ വേണ്ട സ്ഥലത്തൊന്നും രക്ഷ ഉണ്ടാവില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചവിടത്തൊന്നും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നിസ്കാരം എന്ന് പലപ്പോഴും നാം എല്ലാം നവർമയിലായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം കൂടെയാണ്. പല കല്യാണ വേദികളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സർക്കാരുകൾ മറ്റും ഉണ്ടാകുമ്പോഴേക്ക് നമ്മുടെ നിസ്കാരം ബാക്കോട്ട് നിർത്തപ്പെടുകയാണ്. അതിനെല്ലാം മാറിയിട്ട് സഹോദരന്മാരെ, ഇനിയുള്ള കാലം ഞാൻ ഉണ്ടാകുന്നതിന് എന്റെ ഒപ്പാണ് എനിക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ് നിസ്കാരം. ഉമ്മമാരെ, പലപ്പോഴും നമുക്ക് ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴേക്ക് നിസ്കാരം ഉപേക്ഷിക്കുകയാണ്. അതൊന്നും പാടില്ല. നിസ്കാരം ബുദ്ധിയുള്ള കാലത്തോളം നമുക്ക് ഒഴിവാക്കാൻ ചാൻസ് ഇല്ല എന്നാണ് മഹത്തുക്കളാകുന്ന പണ്ഡിതർ അവിടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ബുദ്ധിക്ക് സ്ഥിരതയുള്ള കാലത്തോളം ഉപേക്ഷിക്കാതെ റബ്ബിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കേണ്ട സമയങ്ങളാണ്. അറിയില്ലേ, നിസ്കാരം എന്ന് പറഞ്ഞാൽ മുഅ്മിനിന്റെ മിഅ്റാജാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് കൂടെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാവരും മിഅ്റാജിന്റെ ദിനം രാത്രി ഇൻഷാ അല്ലാഹ് ബുധനാഴ്ചയാണ്. നോമ്പ് അത് വ്യാഴാഴ്ചയായിരിക്കും. അപ്പോൾ എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കണം. മഹത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അബൂഹുറൈറ തങ്ങളെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അബൂഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, من يوم صام يوم السابع والعشرين من رجب كتب له ثواب صيام 60 شهرا. ആരെങ്കിലും റജബ് 27 നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് മഹാനാകുന്ന ഇമാം മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ മുന്നിയിലും അതുപോലെ തന്നെ മഹത്തുക്കളാകുന്ന ഇമാമികളൊക്കെ തങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ അതിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. വരുന്ന വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
നമുക്കെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നിസ്കാരം എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം കൂടെയാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. നമുക്കറിയാം അത്തഹിയ്യാത്ത് അവസാനിപ്പിക്കാണ്. അത്തഹിയ്യാത്ത് നമുക്കെല്ലാം അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് അടുത്തപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ബുർഖാദങ്ങൾ പറയാൻ അവസാനിപ്പിച്ചു. അത്താലിബഹിൻ നൂരി ജിബ്രീലും വഖഫ في شده رغبا فودعوها كف دعني تقدم يا حبيبي لا تخاف أبشر تنادي أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹ്റന്നൂരിന്റെ അരികിലെത്തിയപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നിങ്ങളോട് ഒറ്റയ്ക്ക് പോകാൻ പറയുകയാണ്. അങ്ങനെയാണ് റബ്ബിലേക്ക് അടുക്കുമ്പോൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അല്ലാഹുവേ സർവമാന തഹിയ്യത്തുകൾ നിന്നിൽ കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ റബ്ബ് കൂട്ടിച്ചേർത്തത് അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓ നബിയായിട്ടുള്ളവരെ അല്ലാഹുവിന്റെ സലാം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇത് കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിക്കുന്ന നബിതങ്ങൾ പറയുന്നു, അല്ല എന്റെ ഉമ്മത്തിനില്ലാത്ത സലാം എനിക്ക് വേണ്ട അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ എനിക്കെത്ര സമുദായം വരാറുണ്ട്, ആ സമുദായത്തിനില്ലാത്ത സലാം എനിക്ക് വേണ്ട റബ്ബേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹാന്മാരാകുന്ന മലക്കുകൾ പറയുകയാണ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എന്തൊരു പ്രവാചകനാണിവര്! എത്ര പ്രവാചകന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതയുള്ള പ്രവാചകരല്ലോ. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും സലാം എന്ന് മലക്കുകളാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരം സൂക്ഷിക്കണേ. ഹബീബായ നിങ്ങൾ അവസാനിക്കുന്നതോട് കൂടെ പറയുമ്പോഴും പറഞ്ഞത് ഉമ്മത്തി യസ്വലാ ഉമ്മത്തി യസ്വലാ ഉമ്മത്തി യസ്വലാ. സമുദായമേ നിസ്കാരം, സമുദായമേ നിസ്കാരം, സമുദായമേ നിസ്കാരം. നിസ്കാരം വിട്ട് കളിക്കല്ല, നിസ്കാരം ഒഴിവാക്കിക്കൂടാ, നിസ്കാരത്തെ അവഗണിച്ചുകൂടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് നിസ്കരിക്കാത്തവരാകല്ല, നിസ്കാരം നിലനിർത്തുവാൻ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നാം പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പ്രിയപ്പെട്ട ധാരാളം ആളുകളുണ്ട്, ഞങ്ങൾ പ്രിയപ്പെട്ട ധാരാളം ആളുകൾ ഈ നാരടി മണ്ണിലാണ്. അവരുടെ ഖബറെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ പൂങ്കാവനമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എനിക്കൊക്കെ ഭക്ഷണം തിന്ന കഴിഞ്ഞ വർഷം ഒരു പട്നാം ഉസ്താദ് ഞങ്ങളോട് പഠിക്കുന്ന സമയത്ത് ഭക്ഷണം ഉസ്താദ് പെട്ടെന്നാണ് മരിച്ചു പോയത്. എപ്പോഴും വലിയ ഇഷ്ടമായിരുന്നു. എപ്പം ചെന്നാലും വേറെ ഉസ്താദാരയക്കുന്നില്ല. ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടെ എൻ്റെ ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കും. അവിടെ വേറെ പഠിക്കുന്ന കുട്ടിയുണ്ട്, എന്നാൽ എന്നോട് വല്ല ഇഷ്ടമുള്ള ഉസ്താദായിരുന്നു. പെട്ടെന്നാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ഇതിന്റെ പിൻസരവാവ് എത്തിക്കുമാറാകട്ടെ. അതുപോലെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവർ, ഞങ്ങളൊക്കെ 9 വർഷക്കാലത്തോളം മോദി പഠിക്കുമ്പോൾ ഒരു കഷ്ടപ്പാടുകളും അറിയിക്കാതെ എപ്പോഴും ചോദിക്കുമ്പോഴും ഭക്ഷണം തന്നിരുന്ന പല ആളുകളും ഇന്ന് ആരടി മണ്ണിലാണ്. അവരൊക്കെ ഞങ്ങളെ പ്രതീക്ഷിച്ചത് ഒറ്റ പ്രാർത്ഥന മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ഉമ്മമാര് ദിവസങ്ങളതാ അവര് ചൂടും മറ്റും കൊണ്ടിട്ടൊക്കെ അവരതാ തങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ പോലും തങ്ങൾക്കില്ലാത്ത ഫുഡുകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ സൽക്കരിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട എത്രയോ ആളുകൾ ഇന്ന് ആറടി മണ്ണിലാണ്. ഇവിടെ പഠിച്ചു നമ്മുടെ നവാസടക്കമുള്ള ആളുകൾ ഇന്ന് ആറടി മണ്ണിലാണ്. അതുപോലെ എത്രയോ ആളുകളുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ സമയമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പൊടിപുരളുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അതാണ് നമ്മുടെ മദ്രസകളെ കൊണ്ടും പള്ളികളെ കൊണ്ടും സംഘടനകളെ കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്കോ നമുക്ക് ഭക്ഷിക്കാനൊന്നും അല്ലല്ലോ.
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് റബ്ബ് മതിയായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ എന്ന് ഈ സദസ്സിലേക്ക് ചെയ്യേണ്ടി തന്നിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ സ്വാലിഹായ മുറാദുകളും ഹസനാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയൊക്കെ നാളെ ജന്നാത്തുൽ നഈമിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഈമാൻ കാമിലാവുക എന്നുള്ള, ഈമാൻ സലാമത്താവുക എന്നുള്ളതാണ്. മരിക്കുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം കാമിലായ ഈമാൻ നൽകുമാറാകട്ടെ. എത്ര ആളുകളാണ് മരിക്കുമ്പോൾ ഈമാൻ തെറ്റി മരിച്ചിട്ടുള്ളത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട്, മരിക്കുന്ന സമയത്ത് പിശാച് പല ദുർബോധനങ്ങളുമായിട്ട് മനുഷ്യന്റെ അടുക്കൽ വരും. തനിക്ക് ഇഷ്ടപ്പെട്ട, താൻ ആദരിക്കുന്ന ആളുകളെ കോലത്തിൽ വന്നുകൊണ്ട് മോനെ നീ മുസ്ലിമായി മരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പല ദുർബോധനങ്ങളും പിശാച് നടത്തും എന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ചോദിക്കേണ്ടത് അതാണ്. ഈമാൻ സലാമത്തായി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ രക്ഷയാണ്. ഈമാൻ കിട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഈ ഫലങ്ങൾ, ഈ അമലുകളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. റബ്ബ് നമുക്ക് കാമിലായി ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർക്കും എല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.